അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ. അതായത് കർത്താവിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. അതായത് കർത്താവിന്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരിക. സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു. അപ്പം സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിലെ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും. അപ്പോഴ് സാപത്താവും. പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിന്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാവും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ. ശ്രദ്ധിക്കട്ടെ. ആകാശത്തിൻ എല്ലാം സമൃദ്ധിയായ നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായ നൽകിടുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താലും എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിന്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്ന് നിന്റെ ഉടമ്പടി ഫയറാകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ദൈവം നമ്മൾ അസസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും അസസ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 5:42. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഒരു വേർഡ് എപ്പോഴും ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും പറയും. ഓരോ വേർഡിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ദൈവവചനം തന്നെയായിരിക്കും. ഓരോ വേർഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുണ്ട്, അതും ദൈവവചനം തന്നെയായിരിക്കും, എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം. അതെന്താണ്? ഇപ്പം യോഹന്നാൻ 5:42 എന്താ പറയണത്? എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തറിയാം? നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല.
ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട്. അതതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. കർത്താവിൻ്റെ അസസ്മെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം, നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. അതാണ് വിഷയം. ദൈവം നോക്കണത് അതാണ്. ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിന്നെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. ആരോട് പറഞ്ഞാണ്? മേരി മാഗ്ഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. മനസ്സിലായി? നിനക്കറിയത്തില്ല, നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത്. പക്ഷെ ഐ നോ യു. എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത്? നീ എന്താ ചോദിച്ചത്? പ്രഭു. പറഞ്ഞേ, പ്രഭു. പ്രഭു അങ്ങാണ് അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോകാം. അതെന്താണ്? അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. എന്താണ്? നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസ്നേഹം നിറയുന്നു, അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. കാര്യം ഇത് ഉടമ്പടിയാണല്ലോ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ. ദൈവം ഒരു പേഴ്സൺ, നമ്മളൊരു പേഴ്സൺ, നമ്മളും ദൈവവും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പക്ഷേ അതിന് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. എന്താണ്? ആദ്യം നമ്മൾ അസസ് ചെയ്യണം, ഇതിനുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ. ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ? പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാനുമായി ഒരു ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ അമിത സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്നേഹരാജാവേ, എന്നെന്നും അഭിഷേകത്തോടെ സ്നേഹത്തിൽ പൂർത്തിയാവേ, എന്നുള്ളിൽ സ്നേഹരാജാവേ, എന്നെന്നും സ്നേഹത്തിൽ പൂർത്തിയാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പൊ ഈ മേരി മാഡൽ എന്താ പറയണത്? പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കല്ലേ ആള്, കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഈ ചില്ലിപ്പാളി, കണ്ണീരിൻ്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത്. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ട് അവൾ പറയും, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. അപ്പം ഉയർത്തെഴുന്നേറ്റ കാര്യം അവൾക്ക് അറിയത്തില്ല. അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ വേദപാഠം അറിയത്തില്ല, അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല. ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണല്ലോ സഭയുടെ അവസ്ഥ. ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തൂങ്ങുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ വേല നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതം ധന്യമായിടും അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായിടും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും വലുതായിട്ട് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 17:3
യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ അവിടുത്തെയും പറഞ്ഞേ, ഏകസത്യമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത്. നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന. ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ? ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്നു, ഉടമ്പടി ഫയറാകാൻ പോകുന്നു നമുക്കറിയാൻ പറ്റും. ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? നമുക്ക് എളിമ രൂപപ്പെട്ടു വരും. മനസ്സിലായി? നമുക്ക് സ്നേഹ പാരവശ്യം മാത്രമല്ല, ഇപ്പം ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത്. ഹണി എന്താ പറയണത്? ഞാനിപ്പോൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കേട്ടോ, ഈ മനുഷ്യരൊക്കെ ഇപ്പം ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. ദൈവഹിതം, അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ്? ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. അതായത് ഇതിനകത്ത് വേറെ രസമുണ്ടായി. ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പനയെന്നൊരു അവൾ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷെ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല. നന്ദനയാണ്. നന്ദനെ ആര് പഠിപ്പിച്ചത്? നന്ദന പറഞ്ഞു, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം. ഞാൻ നിനക്ക് 10 ദിവസം തരാം. 10 ദിവസത്തിനുള്ളിൽ, കുറേ നാളായിട്ട് ഇവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ്റെ ആൾക്കാർ. 10 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും, ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നത് ദൈവഹിതമല്ലെന്ന് പറയുമെന്ന്. എങ്ങനെ ഉണ്ട് പരിപാടി? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന സ്നേഹമേ സ്നേഹമേ ആരാധന. അപ്പം ഈശോയിലേക്കുള്ള വഴികളിൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? 2 കാര്യം സംഭവിക്കും. ഒന്ന്, ദൈവസ്നേഹം കൂടും. ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരണത്? എളിമ വരണത്. ഞാനെപ്പോഴും അതാണ് അവൾ പറയണത്. അതായത് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോ പറയാത്ത ചെറുക്കനെ കല്യാണം ഞാൻ കഴിക്കത്തില്ല. 10 ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും. എന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചില്ല. ഇത്രയും നാളെ കുറേ നാൾ വിളിക്കാതിരിക്കുകയല്ലേ? അപ്പോൾ ദൈവഹിതമാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന അവൻ എന്നെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും. എന്നിട്ട് എന്താണ്? ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവരും അവനെ. എന്നിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ പറയും, നമ്മൾ തമ്മിൽ പിരിയുകയാണ്, ഈ കല്യാണം ദൈവം ആഗ്രഹിക്കണില്ല. അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അതിനർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ളവർ ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അത് പറഞ്ഞില്ല, അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അതാണ് ആ സാക്ഷ്യത്തിന്റെ ഹിറ്റ് എന്ന് പറയണത്. അപ്പൊ ദൈവം ശ്രദ്ധിച്ചു. മളെ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്, നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞ്. അപ്പം ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, സത്യസന്ധമാണ് നിൻ്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പഞ്ഞുമില്ല, അതിനൊരു പഞ്ചുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒക്കട്ടെ, കിട്ടിയ കുട്ടി പോയേ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല. കാര്യം എന്താണ്? നിന്നെ ദൈവം സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെ നീ ലൈനിൽ കൊണ്ടുവരണം. എന്നുവെച്ചാൽ അതിന്
ഇപ്പം തന്നെ ഇപ്പം 20:15 വായിച്ചില്ലേ, അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മഗ്ദലിൻ പറഞ്ഞു, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം, എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മേരി മാഗ്ദലിനോട് പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. പാഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനങ്ങൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് പത്രോസിനോടും അന്ത്രയോസിനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരോട് പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവർക്ക് ഐഡിയ ഇല്ല. അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചുപോയി, ഇപ്പോഴേ അവൻ്റെ ബോഡി കാണാനില്ല. അപ്പം അതുകൊണ്ട് അങ്ങാണ്ട് എടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം. തോട്ടക്കാരനോട് അവൾ പറയും. എന്ത് ചെയ്യണം, എന്തിനാണ് ഇവളോട് പറയണത്? ഞാൻ വന്ന്, നിങ്ങൾക്കറിയാമല്ലോ ടൂറിലെ വിശുദ്ധ കച്ചയെക്കുറിച്ച്, കർത്താവിൻ്റെ പുനരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് 140 റാത്തലുണ്ടെന്നാണ്. 140 റാത്തൽ മീൻസ് നമ്മളുടെ ഒരു 70 കിലോ. ഇപ്പോൾ 70 കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയിറ്റ് എന്ന് പറയണത്. അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മാഗ്ദലിൻ പറയണത് എന്തെന്നാണ്, ഇപ്പം 3-ാം ദിവസമല്ലേ പറയണത്. അപ്പോൾ ആ ബോഡി ചീർത്ത് കാണും. ആ ചീർത്ത ബോഡി ഇവളൊറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. ഇവക്കൊന്നും കിട്ടത്തില്ല, ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ളൂ നീ മനസ്സിലാക്കിയിട്ട് വീണ്ടും നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. കൈയ്യടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലോകം നൽകിടും അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കുന്നു, സത്യസാക്ഷിയായ ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വളരെ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേരി മാഗ്ദലിനെ പോലെ സ്നേഹിക്കുക എന്ന അർത്ഥം. എപ്പോഴും ബൈബിൾ പറയുന്ന ഒരു വിളിക്കൊരു വെല്ലുവിളിയുണ്ട്. ബൈബിൾ ഒരു വിളിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ബൈബിൾ ഉയർത്തണത്. ഇപ്പോൾ യോഹന്നാൻ 1:38 എന്താ പറയണത്? അന്ത്രയോസും പത്രോസും കർത്താവിനോട് ചോദിച്ചു, പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴെന്താ ഈശോ പറയണത്? വന്ന് കാണുക. ഇത് തന്നെയാണ് നാഥാനിയനോട് പറയണത്. 1:46 നാഥാനിയൻ ചോദിക്കും, ബിലീവേഴ്സ് ചോദിക്കും, നസറെന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഉത്തരം എന്താണ്? വന്ന് കാണുക. ക്രിസ്തുവിൻ്റെ എല്ലാവിധ ആഭിമുഖ്യങ്ങളിലും എൻകൗണ്ടർ വിത്ത് ജീസസിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വരികയുണ്ട്, പിന്നെ ഒന്ന് കാണുകയുണ്ട്. വരികയും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? വന്നാൽ മാത്രം പോരെ, പിന്നെ എന്താണ്? കാണുകയും ചെയ്യണം. വരിക എന്നുള്ളതും കാണുക എന്നുള്ളതും നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വരികണതിന് കഷ്ടപ്പാടുണ്ടല്ലേ? അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ. ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ചിലക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർ കണ്ടോ എന്ന് ഞാൻ തിരക്കും. അവരതിനു വേണ്ടി വ്യയം ചെയ്തോ? അവരതിനു വേണ്ടി അധ്വാനിച്ചോ? അവർ പത്രം വാങ്ങിച്ച് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോ? രോഗികളെ പോയി കണ്ടോ? നമുക്കറിയത്തില്ല ഓൺലൈൻ ഉടമ്പടി. പക്ഷേ ഓൺലൈൻ ഉടമ്പടി അമ്മ ഹോണർ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും 10ഉം 50ഉം ഓൺലൈൻ ഉടമ്പടിക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ്, അവർ വന്നവരാണ്, അവർ കണ്ടവരാണ്. രണ്ട് വിഷയമാണ്. വരിക എന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ്, കാണുക എന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാണ്. അതാണ് ഈ മേരി മാഗ്ദലിൻ ചെയ്യണത്. അവൾ വന്നു, പിന്നെ എന്താണ്? കണ്ടു. കണ്ടിട്ട് എന്ത് പറഞ്ഞു? കണ്ടതിൻ്റെ എൻ്റെ അകത്തുള്ള കണ്ടൻറ് വൈസ് എന്താണത്? ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ സുഗന്ധ പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ അവനെ വീണ്ടും സംസ്കരിക്കാം.
എൻ്റെ സ്നേഹത്തോടെ. എന്തോ ഒരു സംഭവമാണ്. ഒന്നും കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാതലാണ് മേരി മാഗ്ഡലിൻ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കാൻ പറ്റും, ഉടമ്പടി എങ്ങനെ പെട്ടെന്ന് ഫയറാക്കാൻ പറ്റും, അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അകത്തൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാകും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി പുതുക്കാൻ വേണ്ടി പണ്ടത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കണത് അല്ലേ. ഇപ്പോൾ ക്ലാസ് കേൾക്കേണ്ട, കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 ഒക്കെ പുതുക്കുമ്പോൾ ക്ലാസ് കേൾക്കാം. പക്ഷേ പിന്നെ പുതുക്കണമെങ്കിൽ കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി. ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഓരോ ഉടമ്പടി ധ്യാനത്തിലും അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഉടമ്പടിയുടെ പുതിയ ഭാഗങ്ങളാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അത് കേൾക്കണം നിങ്ങൾ. അത് കേട്ടാൽ മാത്രം പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്യണം. മറ്റുള്ളവരും അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ്, ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാം. ഇപ്പം ശരി പറഞ്ഞില്ലേ, 1 കീറ് പത്രം കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന്. ഒരു ചേട്ടത്തി ഇന്ന് ഞാൻ വെളുപ്പിനിട്ട സാക്ഷ്യത്തിൽ കിടക്കണത്, ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങി. എന്തിനാണ്? ഒരു കൃപാസനം പത്രം. നാട്ടിൽ കണ്ട എല്ലാ ആശുപത്രികളിലും ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് ഞാൻ കൃപാസനം തിരക്കി, പത്രം തിരക്കി നടന്നതാണ്. അപ്പോൾ അത്രയും വലിയ ആൾക്കാരാണ് പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. എന്നിട്ട് അവർക്ക് കിട്ടിയ പത്രങ്ങളെല്ലാം എടുത്ത് അവർ എല്ലായിടത്തും വിതരണം ചെയ്യുന്നത് ദൈവസ്നേഹത്തോടാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പത്രം കൂടി ചിലവാകാനൊന്നുമല്ല പറയണത്, മറിച്ച് പത്രത്തിൽ കാര്യമുണ്ട്. കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് വാങ്ങിച്ചത്. ഇപ്പോൾ പത്രത്തിൻ്റെ കാലത്ത് പത്രം ആൾക്കാർ അരച്ച് കലക്കി എന്നൊക്കെ പറഞ്ഞ് കള്ളപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങൾ ചെയ്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. ഞങ്ങളെല്ലാ ആശുപത്രികളും തിരക്കി. എവിടെയാണ് സംഭവിച്ചത്? ആരാണ് ആശുപത്രി? ഇല്ല, ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി സാത്താൻ്റെ പ്രവർത്തനങ്ങളാണത്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ ഒന്ന് ഇരുത്താൻ വേണ്ടി സാത്താൻ ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇരുന്നോ? ഇല്ല. ഇതൊക്കെ പത്രത്തിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇവർ ഇറക്കി വിടുമ്പോൾ 80,000 സബ്സ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പം 10 ലക്ഷമായി മാറിയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ത്രക്കാഴ്ച എടുത്താൽ മതി. ഇന്ന് ഞായറാഴ്ചയല്ലേ. പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് പണം കിട്ടുമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് കർത്താവിനെ വെച്ച് പണമൊന്നും ഉണ്ടാക്കാതിരുന്നത്, സ്വസ്ത്രക്കാഴ്ച വാങ്ങിക്കാതിരുന്നത്, യൂട്യൂബിൽ നിന്ന് പണം വാങ്ങിക്കാതിരുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തിന് മനസ്സിലാക്കണം. അവനെ വിറ്റ് നമുക്ക് കാശ് വാങ്ങിച്ചിട്ടില്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയെ സ്നേഹത്തിക്കാൽ ലോകം നൽകിയിടും സ്നേഹത്തിക്കാൽ അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ സ്നേഹിക്കും ജീവിക്കുന്ന സത്യസാക്ഷിയായ ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മകളെ, ഇപ്പം അച്ഛൻ പറഞ്ഞ മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ മേരി മാഗ്ഡലിൻ്റെ ലവ് ഓഫ് ഗോഡ്, ലവ് ജീസസ്, അതാണ് ഡിഫറെൻ്റ് സ്പിരിറ്റ് എന്ന് പറയണത്. എനിക്ക് നിന്നെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് വെച്ചാൽ ഐ നോ യു, യു ഹാവ് നോ ഡിഫറൻസ് എന്ന് എൻ്റെ അർത്ഥം ബൈബിൾ ഭാഷയിൽ. ഐ നോ യു, യു ഹാവ് നോ ഡിഫറൻസ്. ഒക്കെ വ്യത്യസ്തതയില്ല. ദൈവം എന്താ പറയണത്? മേരി മാഗ്ഡലിന് വ്യത്യസ്തതയുണ്ട്. അവളെന്താണ്? അവൾ കർത്താവ് ഉയർത്തുന്നതിനെക്കുറിച്ച് അവൾക്ക് അറിയത്തില്ല. അവൾക്കറിയാവുന്ന കർത്താവ് മരിച്ചു കിടക്കുന്നു എന്ന് തന്നെയാണ്. അവൾക്കറിയാവുന്ന കർത്താവിൻ്റെ ബോഡി മുമ്പത്തേക്കാൾ ചീർത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അവൾക്കറിയാവുന്നത് ആ കർത്താവിനെ താൻ ഏറ്റെടുക്കുകയാണെങ്കിൽ വീണ്ടും തനിക്ക് ദുർഗന്ധം വഹിക്കേണ്ടി വരുമെന്നും അവൾക്കറിയാം.
പക്ഷേ എങ്കിലും വീണ്ടും അവൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി കർത്താവിന് വേണ്ടി അവൾ സമർപ്പിതയാകാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ നഷ്ടം സഹിച്ചും കഷ്ടം സഹിച്ചും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ഉടമ്പടി 6 അല്ല 60 പ്രാവശ്യം അത് കത്തും. ശ്രുതികട ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ലേ? കഴിഞ്ഞ ഞായറാഴ്ച എന്താ കണ്ടത്? ഉടമ്പടിയിലുള്ള വ്യക്തികൾ വാഗ്ദാനം നാട് പ്രാപിക്കുന്നതിനുള്ള ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത് ഒരു സിംഗിൾ ക്വാളിറ്റിയിലാണ്. എന്താ അതിൻ്റെ ക്വാളിറ്റി? ഗുണമെന്ന് പറയുന്നത് എന്താണ്? മോശസിനോട് കർത്താവ് പറഞ്ഞില്ലേ? എന്താ കർത്താവ് പറഞ്ഞത്? 33:16 പുറപ്പാടിന്റെ പുസ്തകം 33:16 ശ്രുതികട ഹല്ലേലൂയ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? പറഞ്ഞ അത് പുറപ്പാട് 33:16 മോശസ് പറയണ എന്താണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be different people. എങ്ങനെയാണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഈ വ്യത്യസ്തത എങ്ങനെ വരണത്? ഈ വ്യത്യസ്തത വരണത് ലവ് ഓഫ് ഗോഡിൽ നിന്നാണ് വരണത്. നിങ്ങൾ വ്യത്യസ്തരാണോ അല്ലയോ? ഇപ്പോൾ സംഖ്യാപുസ്തകം വായിച്ചേ 14:24 ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24 സംഖ്യ 14:24 എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാലേബിനോട് എന്താ പറയണത്? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ ഉറ്റുനോക്കിയെന്നല്ല, ഒറ്റുനോക്കിയത്. ആരെ നോക്കി വെച്ച? അവൻ നോക്കി വെച്ച ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. നോക്കി വെച്ച ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ നിയോഗങ്ങൾ. കഴിഞ്ഞ ആഴ്ച അതാ പറഞ്ഞത്. നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന നിയോഗങ്ങളില്ലേ? അൽഫിയയെ കൊണ്ടുപോയത് എങ്ങോട്ടാ? UK അവൾ നോക്കി വെച്ചിരിക്കണത്. അവൾക്ക് എന്താ പ്രശ്നം? അവളുടെ പ്രശ്നം എന്താ? അവൾക്കിടെ സാഹപ്പടയുള്ള സ്ഥലം 8 കൊല്ലമായിട്ട് ബാങ്കിലാണ്. അതാണ് അവളുടെ അവസ്ഥ. അതാണ്. പക്ഷേ അവൾ നോക്കി വെച്ച സ്ഥലത്തേക്ക് ദൈവം അവളെ കൊണ്ടുപോയി. 38 ലക്ഷം രൂപയ്ക്ക് പകരം വെറും 3 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി. അതാണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് വാഗ്ദാനമാണ്. എന്താ കാര്യം എന്താണ്? അത് 13:24-13 കേട്ടോ. ടേക്ക് ദ ബെഡ് ഓഫ് ജോഷുവ 23:13-24 ശ്രുതികട ഹല്ലേലൂയ. ജോഷുവ 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. ഇത് പ്രൊവിഷൻസ് ഉള്ളതാണ്. ഉടമ്പടി പ്രൊവിഷൻസിലുള്ളതാണ്. നമ്മളുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മൾ നേടുന്നതിന് 10 ഇരട്ടിയാണ്. 38 ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു വിദേശ പഠനത്തിന് വെറും 3 ലക്ഷം രൂപ കൊണ്ട് അവൾ കയറിപ്പോവുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോഴേ നീ നോക്കി വെച്ച, അതാണ് കലേബിനോട് കർത്താവ് പറഞ്ഞത്, നീ നോക്കി വെച്ച ഭൂമിയിലെ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്താ കാരണം? നിന്നെ നയിച്ച അരൂപി വ്യത്യസ്തമാണ്. നിങ്ങളെ നയിക്കുന്ന അരൂപി മേരി മെഡലിനെ പോലെയുള്ള കട്ടവും നട്ടവും അപമാനവും സഹിച്ചുകൊണ്ടും ദൈവത്തെ സ്നേഹിക്കാനുള്ള അരൂപി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ഇത് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൈ പോയിന്റ്. എങ്ങനെ ഡിഫറെൻ്റ് ആകാൻ പറ്റും? ഹൗ വി ക്യാൻ ബി ഡിഫറെൻറ്റ് പീപ്പിൾ ബി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് വിത്ത് എ ഡിഫറെൻറ്റ് ലവ്. സാധാരണ കോമൺ ലവ് അല്ല. ഓർക്കുക, കോമൺ ലവിൽ സാധാരണ ഉടമ്പടി കറക്റ്റാകത്തില്ല. ഡിഫറെൻറ്റ് ലവ് വേണം. നിങ്ങൾ പലപ്പോഴും ഉടമ്പടി എടുത്ത് ദൈവത്തെ പറ്റിക്കുകയാണ് നോക്കണത്. മറ്റുള്ളവരെ കൊണ്ട് ജയിക്കുക പണി. അതിലെ പ്രശ്നിക്കണത്. ദൈവം നിങ്ങൾ ഡിഫറൻസ് കാത്തിരിക്കുമ്പോൾ ഉണ്ട്, നിങ്ങൾ അമ്മയെ കൊണ്ട് പത്രം കൊടുപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കും. അവത് നിങ്ങൾ പണ്ട് പോലെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യിക്കും. PhD നാട്ടുകാരെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് കൊണ്ട് പ്രോജക്റ്റ് കൊണ്ട് യൂണിവേഴ്സിറ്റി കൊടുക്കും. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഉടമ്പടി നടക്കത്തില്ല. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അവളെന്താ പറഞ്ഞത്? ഞാൻ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ചുമട്ട് തൊഴിലാളികളെ കൊണ്ടുവന്ന് എടുപ്പിച്ച് കർത്താവിനെ കൊണ്ട് പോകാമെന്നാണ് മേരി മെഡലും പറഞ്ഞത്. അല്ല, ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന്. കൈയിടിച്ച് സുഖിക്കണ്ടല്ലോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എപ്പോഴും ഫയർ ആകുന്നത് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റിലാണ്. അത് ഓർത്തേക്കണം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ സ്പിരിറ്റ് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി എപ്പോഴും കമ്പാരറ്റീവായ ലവാണ്. ഇപ്പം അത് സെൻറ്റ് പീറ്ററിനോട് ചോദിക്കും, ശിമയോൻ പാറ യോനയുടെ പുത്രനെ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ ചോദ്യം എന്താണ്? ഡു യു ഹാവ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഓഫ് ലവിങ് മീ? കൈയടിച്ചുകട്ടെ. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ വ്യത്യസ്തതയുണ്ടോ? നീ എൻ്റെ ദൈവ പൈതലാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക. ശ്രുതിക്കട്ടെ. സന്തോഷത്തോടെ സൗഖ്യം നൽകണമേ, ഒരുമിച്ച് പാടുക എല്ലാവരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. H1B വിസ കിട്ടിയ ഡീന മറിയമില്ലേ, അവിടെ ഡിഫറൻസ് എന്താ? അവർ മറ്റ് വ്യത്യസ്തകളിൽ നിന്ന് എങ്ങനെയാണ് അവിടെ സ്പിരിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കണത്? അവർ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേട്ടപ്പോൾ, ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ അവിടെ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ടൈം ദൈവത്തോടു കൂടി ഇരിക്കാനുള്ള ഏറ്റവും വലിയ ടൈം വെളുപ്പിന് 3:30 മണിയാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു 3:30 മണിക്ക്. ഞങ്ങൾ 3 പേരും 4 പേരും കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതാണ് സ്പിരിറ്റ്, ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ഈ 7.5 ലക്ഷം വിസയിൽ നിന്ന് ഈ ഡീന മറിയം പറയുന്ന അതേ ടൈമിൽ ആ വിസ പ്രോസസ്സിങ് ദൈവം ഏറ്റെടുക്കാൻ കാരണം എന്താണ്? അവളെ നയിച്ച അരൂപി ഡിഫറെൻ്റ് ആയിരുന്നു. എല്ലാവരും പോത്തുപോലെ കിടന്നുറങ്ങുമ്പോൾ
5:30 എഴുന്നേക്കാൻ പറയുമ്പോൾ 7 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോഴേ അതിനേക്കാൾ വ്യത്യസ്തമായൊരു സ്പിരിറ്റാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. നിങ്ങൾക്കറിയാവില്ല കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചുള്ള അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ 3 മണിക്ക് വെളുപ്പിന് എഴുന്നേൽപ്പിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ കുടുംബത്തോടെ നിന്ന് കർത്താവിൻ്റെ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ കരിയണമേ, ഞങ്ങൾ അങ്ങോട്ട് തിരുദിവസം വെച്ചിട്ട് ഡേറ്റിനോ നീ ഓണർ ചെയ്യണമേ എന്ന്. കർത്താവ് ഓണർ ചെയ്തു. എന്താണ്? ഐ നോ യു, ഐ നോ കലേബ്, ഐ നോ മാസ്റ്റേഴ്സ്, ബിക്കോസ് ദ സ്പിരിറ്റ് ലീഡ്സ് യു ഇസ് എ ഡിഫറെൻറ്റ്. നിന്നെ നയിക്കുന്ന അരൂപി ഡിഫറൻ്റാണ്. ദൈവപൈതലെ ദൈവസ്നേഹത്തിൻ്റെ കാര്യത്തിൽ മേരി മാഗ്ഡലിനെ പോലെ, കലേബിനെ പോലെ, മോസസിനെ പോലെ ദൈവസ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ നിന്നെ നയിച്ച അരൂപി മറ്റ് വ്യക്തികളെക്കാൾ വ്യത്യസ്തമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നിൻ്റെ ഉടമ്പടി ഫയറാകുന്നത് കാണാം. കൈയ്യടി ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേൽക്കുക. സന്തോഷത്തോടെ ഒരുമിച്ച് ഉന്നതന്നേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കൈയടിച്ചോണ്ട് ഒരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. സന്തോഷത്തോടെ ഉന്നതന്നീ ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമായി അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ശ്രുതികട്ടെ 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 ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ